കനത്ത സുരക്ഷാ വലയത്തിൽ പശ്ചിമബംഗാൾ പോളിംഗ് ബൂത്തിൽ ഡാർജിലിംഗ്, മാൾഡ തുടങ്ങി 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതും. ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് 1478 സ്ഥാനാർത്ഥികളാണ്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നടപടികൾ സുതാര്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പശ്ചിമബംഗാൾ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. 152 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് ആരംഭിച്ചു അല്ലേ? 7 മണിയോടുകൂടി. ബിജെപിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 16 ജില്ലകളിലായി 152 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി രേഖപ്പെടുത്തുന്നത്. ഇവിടങ്ങളിൽ പോളിംഗ് ആരംഭിച്ചു. 6 മണിക്ക് ശേഷം മോക്ക് പോളിംഗ് നടന്നിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അത് എടുത്തു പറയേണ്ടത്, കനത്ത സുരക്ഷാ വലയത്തിലാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള മുർഷിദാബാദിൽ ഉൾപ്പെടെ ഉണ്ടായ ചില സംഘർഷങ്ങൾ, ഒപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പിന് ശേഷമുണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ, ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ പശ്ചിമബംഗാളിൽ ഉടനീളം ഒരുക്കിയിട്ടുള്ളത്. ആ സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കൻ ബംഗാളിലെ മുഴുവൻ മണ്ഡലങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി രേഖപ്പെടുത്തും. കൂടാതെ തെക്കൻ ബംഗാളിലെ ചില മണ്ഡലങ്ങളുമാണ് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി രേഖപ്പെടുത്തുന്നത്. വടക്കൻ ബംഗാളിനെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയിട്ടുള്ള മേഖലയാണ്. കൂടുതൽ മണ്ഡലങ്ങൾ ബിജെപി പിടിച്ചെടുത്തിട്ടുള്ള മേഖലയാണ്. ഇവിടങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഒരു രാഷ്ട്രീയ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 2011 മുതൽ ബംഗാളിനെ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഇത്തവണയും ഒരു ഭരണ തുടർച്ചയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിനെയും ബിജെപിയെയും കടന്നാക്രമിച്ചുകൊണ്ട് മമതാ ബാനർജി നടത്തി. അതോടൊപ്പം തന്നെ ബിജെപി ക്യാമ്പ്, NDA സഖ്യമാകട്ടെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4-ൽ നിന്ന് 77 സീറ്റുകൾ നേടിയെടുത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ 120-ൽ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ സാധിക്കും എന്നൊരു നിരീക്ഷണം ബിജെപിയുടെ നേതൃത്വം നടത്തിയിട്ടുണ്ട്. അവിടെ അതിശക്തമായിട്ടുള്ള പ്രചാരണം മമതാ ബാനർജിയെ കടന്നാക്രമിച്ചുകൊണ്ടും, ഒപ്പം വനിതാ സംവരണ ബിൽ അവസാന നിമിഷത്തിൽ വലിയ ചർച്ചാ വിഷയമാക്കി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബംഗാളിന്റെ പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അവകാശമാണ് തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഗൂഢാലോചന നടത്തി ഇല്ലാതാക്കിയത് എന്ന ആരോപണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടി. അത്തരത്തിൽ ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകളായിരുന്നു ഈ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. 152 മണ്ഡലങ്ങളിലായി ഏകദേശം 1400-ൽ കൂടുതൽ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ആദ്യഘട്ടത്തിൽ, 1478 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി തേടുന്നത്. ജൽപൈഗുരി, മാൾഡ, സിലിഗുരിയുടെ ഡാർജിലിംഗ് മേഖല തുടങ്ങിയിട്ടുള്ള മേഖലകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി രേഖപ്പെടുത്തുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ CCTV നിരീക്ഷണം, കേന്ദ്ര സേനയുടെ പ്രത്യേക വിന്യാസം, ഇവയെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർണ്ണമായും സുതാര്യമായിരിക്കും, അതിന്റെ സുതാര്യത ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗവും അവലോകന യോഗവും ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളുടെ വിലയിരുത്തലും നടന്നിരുന്നു. ഏതായാലും വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 7 മണിയോടുകൂടിയാണ് 152 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. 294 അംഗ നിയമസഭയിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-നാണ് നടക്കുക. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെയും ഫലം മെയ് 4-ന് ഉണ്ടാകും. ആ മെയ് 4-ലേക്ക് എത്തുമ്പോൾ പശ്ചിമബംഗാൾ എന്ന സംസ്ഥാനം തീർച്ചയായും ദേശീയ രാഷ്ട്രീയം തന്നെ ഏറെ ഗൗരവത്തോടു കൂടി ഉറ്റുനോക്കുകയാണ്. ബംഗാളിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമോ, അതല്ലെങ്കിൽ മമതാ ബാനർജി അവിടെ പിടിച്ചു നിൽക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വർഷങ്ങൾ നീണ്ട ഇടത് ഭരണത്തിനൊടുവിൽ 2011-ലാണ് അവിടെ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും അധികാരത്തിലേറുന്നത്. മായ. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പശ്ചിമബംഗാൾ ജനവിധി തേടുകയാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് 152 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 7 മണിയോടെ.